Today we can discuss one of the important functions of management, directing. അപ്പോൾ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ച രണ്ട് ഫങ്ഷൻസ് ഉണ്ട്, അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്. ഈ രണ്ടും എന്താ പറയുക, പ്ലാനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് പ്യുവർലി തിങ്കിങ് ഫങ്ഷൻ. ഓർഗനൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇറ്റ് ഇസ് എ മിക്സ് ഓഫ് തിങ്കിങ് ആസ് വെൽ ആസ് ഡൂയിങ്. ശരിക്കും ഈ ഡയറക്റ്റിംഗ് ഫങ്ഷനിലാണ് ഇറ്റ് ഇനിഷ്യേറ്റ്സ് ആക്ഷൻ. അതായത് ലിറ്ററലി ഇറ്റ് മീൻസ് മൂവിങ് ഇൻ ടു ആക്ഷൻ. അതായത് ആക്ടിവേറ്റിംഗ് ഹ്യൂമൻ റിസോഴ്സസ് ടുവേർഡ്സ് അറ്റൈൻമെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി എൻ്റർപ്രൈസ്. അപ്പോൾ ഡയറക്ഷൻ എന്നുള്ള വേർഡ് നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ഇൻസ്ട്രക്റ്റിംഗ്, ഗൈഡിങ് ആൻഡ് ഇൻസ്പയറിംഗ് പീപ്പിൾ ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് പെർഫോംഡ് ബൈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഇൻ ഓർഡർ ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ്. ദെൻ അതായത് ഈ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻ്റർപേഴ്സണൽ ആസ്പെക്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് പ്രോസസ് by which organizational members are led to understand and contribute effectively and efficiently to the accomplishment of organizational goals. അതായത് നമുക്കറിയാം ഈ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ആസ് ഇഫക്റ്റീവ്ലി ആസ് ദ മൈറ്റ് ബി ഓർ മസ്റ്റ് ബി സപ്ലിമെൻറ്റഡ് ബൈ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മോട്ടിവേഷൻ ആൻഡ് ബൈ ഏബിൾ ലീഡർഷിപ്പ്. അതായത് ഈ ഡയറക്ഷനും ഓർഗനൈസിങ്ങും ഒന്നും ഒരു ഇഫക്റ്റീവ് അല്ലാതെ ആയിപ്പോൾ നമ്മൾ ഈ ഡയറക്ഷൻ ഫംഗ്ഷൻ ഇല്ലെങ്കിൽ. സോ ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഫംഗ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് വിച്ച് ഇസ് റിലേറ്റഡ് ടു ദ activities that deal directly with influencing, guiding, supervising and motivating the people in the organization for the attainment of organizational objectives. Who is to direct എന്നുള്ളതാണ്. ആരാണ് ഡയറക്റ്റ് ചെയ്യുന്നത്? അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് പ്രോസസ് വിച്ച് ആക്ച്വേറ്റ്സ് ദ പീപ്പിൾ ടു വർക്ക് എഫിഷ്യൻ്റ്ലി ആൻഡ് effectively. So it constitutes the life spark to the enterprise, which like electric power set it into action. So direction is concerned primarily with people who put the plans into action. So it is the duty of managers at each level to achieve cooperation of the subordinates for the attainment of organizational objectives. അപ്പം ആരാ ശരിക്കും ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുക, ഡയറക്ഷൻ ഇറ്റ് ഈസ് ഡൺ ബൈ ടോപ്പ് ലെവൽ മാനേജേഴ്സ്. സോ ഫോർ ഇൻസ്റ്റൻസ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് എ കമ്പനി interprets and disseminates the broad objectives and policies laid down by the board of directors. It is he who distributes the work among various departments and delegates authority to the departmental managers for the accomplishment of tasks assigned to them. Middle level managers also perform direction function as they distribute the work to the lower level managers and give them necessary guidelines for executing the work. The lower level managers who deal directly with the operative employees are generally said to be associated with supervision. They issue necessary instructions to the employees and motivates them to work. Okay, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മാനേജ്മെൻറ്റ് ഹാസ് ടു അണ്ടർടേക്ക് വേരിയസ് ആക്ടിവിറ്റീസ് ലൈക്ക് എന്തൊക്കെയാണ്, ഗൈഡ് പീപ്പിൾ, ഇൻസ്പയർഡ് ആൻഡ് ലീഡ് ദം ആസ് വെൽ ആസ് സൂപ്പർവിഷൻ ഓഫ് ദിയർ ആക്ടിവിറ്റി ഇസ് റിക്വയർഡ് ഇൻ ഓർഡർ ടു അച്ചീവ് ദ ഡിസയേർഡ് റിസൾട്ട്സ്. അപ്പോൾ നമുക്കൊരു ഡെഫിനേഷൻ നോക്കാം ഡയറക്ഷൻ ഫംഗ്ഷൻ്റെ. സോ മെനി ഡെഫിനേഷൻസ് ആർ ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. സോ അക്കോർഡിംഗ് ടു മാർഷൽ, directing involve determining the course, giving order and instruction and providing dynamic leadership. അല്ലെങ്കിൽ ജെ ആർ ടെറീൻ്റെ അഭിപ്രായത്തിൽ, അക്കോർഡിംഗ് ടു ജെ ആർ ടെറി, ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ആക്ടിവേറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റിംഗ് മീൻസ് അല്ല, അതായത് ആക്ടിവേറ്റിംഗ് മീൻസ് ആൻഡ് മൂവിങ് ഇൻ ടു ആക്ഷൻ, സപ്ലൈയിങ് സിമുലേറ്റീവ് സ്പാർ ടു ദ ഗ്രൂപ്പ്. But direction consists of the process and techniques utilized in issuing instructions and making certain that operations are carried as originally planned. Next we can see what is the nature അല്ലെങ്കിൽ characteristics of direction. ഇപ്പോൾ ഡയറക്ഷൻ്റെ characteristics features നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് എ ഡൈനാമിക് ഫങ്ഷൻ, ഇറ്റ് ഇനിഷ്യേറ്റ്സ് ആക്ഷൻ,
It links various managerial functions and it is a universal function. അതായത് it is applied at all levels and എന്താ പറയുക യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ്. ഇറ്റ് ഈസ് കൺസേൺ വിത്ത് ഹ്യൂമൻ ഫാക്ടർ. ഞാൻ പറഞ്ഞല്ലോ ഇന്റർപേഴ്സണൽ ആസ്പെക്ട് ഓഫ് മാനേജ്മെൻറ്റ് പ്രോസസ്സ്. ആൻഡ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് ആൻഡ് ഇറ്റ് ഈസ് ഫോംഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പം ഡയറക്ഷൻ ഇനീഷ്യേറ്റ്സ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ത്രൂ ഡയറക്ഷൻ മാനേജ്മെൻറ്റ് conveys and motivates individuals in the organization to function in the desired way to get the objectives of the business. So while other functions prepare setting for action, അതായത് പ്ലാനിങ് ആണെങ്കിലും ഓർഗനൈസിങ്ങിലൊക്കെ എന്താ ചെയ്യുന്നത്, പ്രിപ്പയർ സെറ്റിംഗ് ഫോർ ആക്ഷൻ. ഡയറക്ഷൻ ആണ് ഇറ്റ് ഇനീഷ്യേറ്റ്സ് ആക്ഷൻ ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പം നമുക്ക് പറയാം വിത്തൗട്ട് ഡയറക്ഷൻ അതർ മാനേജറിയൽ ഫങ്ഷൻസ് ലൈക്ക് പ്ലാനിങ്, സ്റ്റാഫിംഗ് ആൻഡ് ഓർഗനൈസിങ് ബിക്കംസ് ഇൻഇഫക്റ്റീവ്. Then another feature is direction take place at every levels of management. അതായത് എവ്രി മാനേജർ, ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രം ടോപ്പ് എക്സിക്യൂട്ടീവ് ടു സൂപ്പർവൈസർ പെർഫോംസ് ദ ഫങ്ഷൻസ് ഓഫ് ഡയറക്ഷൻ. അതായത് ഡയറക്ഷൻ ടേക്ക് പ്ലേസ് വെറെവർ സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻസ് എക്സിസ്റ്റ് എന്നുള്ളതാണ്. ഡയറക്ഷൻ കണ്ടിന്യൂസ് പ്രോസസ്സാണെന്ന് പറഞ്ഞു. സോ ഡയറക്ഷൻ ഇസ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റി. ഇറ്റ് ടേക്ക് പ്ലേസ് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദി ഓർഗനൈസേഷൻ, ദി റെസ്പെക്റ്റീവ് ഓഫ് പീപ്പിൾ ഓക്യുപ്പൈയിങ് മാനേജീരിയൽ പൊസിഷൻസ്. ആര് മാറി വന്നാലും ഒന്നും പ്രശ്നമില്ല. ഈ എന്താ പറയുക, ഒരു സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ് എത്ര കാലം ഓർഗനൈസേഷനിലുണ്ടോ അത്രയും കാലം ഡയറക്ഷൻ ഫങ്ഷനും നിലനിൽക്കും. ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ദെൻ ഡയറക്ഷൻ ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. പറഞ്ഞല്ലോ നേരത്തെ ആരാണ് ഹൂ ഇസ് ടു ഡിറക്റ്റ് എന്നുള്ളത്. അതായത് ഡയറക്ഷൻ ഇസ് ഫസ്റ്റ് ഇനിഷ്യേറ്റഡ് അറ്റ് ടോപ്പ് ലെവൽ ആൻഡ് ഇറ്റ് ഫ്ലോസ് ടു ദ ബോട്ടം ത്രൂ ഓർഗനൈസേഷണൽ ഹിയറാർക്കി. It means that every manager can direct his immediate subordinate and take instructions from his immediate boss. Another thing is that a direction has dual objectives. എന്തൊക്കെയാ dual objectives നോക്കാം. On one hand, it aims at getting things done by subordinates. And on the other hand, to provide superiors opportunities for some more important work which their subordinate cannot do. So next we can see what is the importance of directing. അതായത് ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച് ഇറ്റ് ഇസ് റിഗാർഡ് ആസ് ദ ഹാർട്ട് ഓഫ് ദി മാനേജ്മെൻറ്റ് പ്രോസസ്സ്. അതായത് പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും സ്റ്റാഫിങ്ങും ഒന്നും ഇഫക്റ്റീവ് അല്ലാതെയാവും ഒരു പ്രോപ്പർ ഡയറക്ഷൻ ഫങ്ഷൻ ഇല്ലെങ്കിൽ. അതായത് ഡയറക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇനീഷ്യേറ്റ്സ് ദി ആക്ഷൻ എന്നുള്ളതാണ്. So the importance of directing function in the organization are, first one, it initiates the action. അതായത് every action in the organization is initiated through direction only. Then second one is it integrates employees' efforts. അതായത് direction integrates people towards achievement of common objectives എന്നാണ് പറയുന്നത്. ആൻഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് എ മീൻസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയാം. അതായത് മീൻസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ ഡയറക്ഷൻ ഫങ്ഷൻ്റെ ഒരു എലമെൻ്റ് ആണ്. അതായത് ഇറ്റ് ആക്ച്വലി മോട്ടിവേറ്റ്സ് ദ എംപ്ലോയീസ് ടു വർക്ക് വെൽ ടു ദ ബെസ്റ്റ് ഓഫ് ദിയർ എബിലിറ്റീസ്. സോ ദിസ് ഇസ് ടു ഗെറ്റ് ദ ബെസ്റ്റ് റിസൾട്ട് ഫ്രം ബിസിനസ് ഓപ്പറേഷൻസ്. ദെൻ പിന്നെ നമുക്ക് നോക്കാം പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ആൻഡ് ബാലൻസ് ഇൻ ദി ഓർഗനൈസേഷൻ. അതായത് ഡയറക്ഷൻ ഇൻവോൾവ്സ് ഇൻ ദ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, ഇഫക്റ്റീവ് ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ. സോ ദിസ് പ്രൊവൈഡ് സ്റ്റെബിലിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് ദീസ് എലമെൻറ്റ്സ് ഓഫ് ദി ഓർഗനൈസിങ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് എ ബാലൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷണൽ ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മാനേജേഴ്സ് എന്താ ചെയ്യുന്നത്, ദേ നോട്ട് ഓൺലി ടെൽ ദ പീപ്പിൾ ഇൻ ദ ഓർഗനൈസേഷൻ ആസ് ടു വാട്ട് ദേ ഷുഡ് ഡു, വെൻ ദേ ഷുഡ് ഡു ആൻഡ് ഹൗ ദേ ഷുഡ് ഡു, ബട്ട് ഓൾസോ സീ ദാറ്റ് ദെയർ ഇൻസ്ട്രക്ഷൻസ് ആർ ഇംപ്ലിമെൻറ്റഡ് ഇൻ പ്രോപ്പർ പെർസ്പെക്റ്റീവ്. ഓക്കെ, ദെൻ ഫെസിലിറ്റേറ്റ്സ് ചേഞ്ചസ്. അതായത് മോസ്റ്റ് ഓഫ് ദ എംപ്ലോയീസ് റെസിസ്റ്റ് ചേഞ്ചസ്. ദേ പ്രിഫർ ടു ഗോ ഓൺ പെർഫോമിംഗ് ദെയർ റുട്ടീൻ വർക്ക് ആൻഡ് റിമൈൻ ഇൻഡിഫറൻറ്റ് ടു ന്യൂ ഐഡിയാസ് ആൻഡ് ടെക്നിക്സ്. പെട്ടെന്ന് വരുന്ന മാറ്റങ്ങളൊന്നും ഉൾക്കൊള്ളാൻ എംപ്ലോയീസ് തയ്യാറാവില്ല.
അപ്പോൾ ത്രൂ ഇഫക്റ്റീവ് ഡയറക്ഷൻ എംപ്ലോയീസ് ആർ ഇൻഡ്യൂസ്ഡ് ടു ആക്സെപ്റ്റ് ചേഞ്ചസ് ആൻഡ് ചാലഞ്ചസ് ഓഫ് ദി ജോബ് എന്നാണ് പറയുന്നത്. ദെൻ ഇറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ ഫാക്ടർ. അതായത് ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നേരത്തെ ഇറ്റ് ഇസ് ദ ഇൻ്റർപേഴ്സണൽ ആസ്പെക്ട് ഓഫ് മാനേജ്മെൻറ്റ് പ്രോസസ്. അതായത് ഓർഗനൈസേഷണൽ മെമ്പേഴ്സ് ആർ ലെഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കോൺട്രിബ്യൂട്ട് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി ഫോർ ദി അറ്റൈൻമെൻറ്റ് ഓഫ് ഗോൾസ്. അപ്പം ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഇറ്റ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ബിക്കോസ് ഇറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ ഫാക്ടർ വിച്ച് ഇസ് വെരി എസെൻഷ്യൽ ആൻഡ് മോസ്റ്റ് സെൻസിറ്റീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻസ് നിങ്ങൾ അത്രയും മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വി ക്യാൻ സി വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ. അതായത് വൈ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ റിക്വയർഡ്, എന്തിനു വേണ്ടിയിട്ടാണ് നോക്കാം. അതായത് പ്രൊവൈഡിങ് ഗുഡ് ആൻഡ് ഇഫക്റ്റീവ് ഡയറക്ഷൻ ഇസ് എ ചാലഞ്ചിങ് ടാസ്ക് ആസ് ഇറ്റ് ഇൻവോൾവ്സ് മെനി കോംപ്ലെക്സിറ്റീസ്. അതായത് മാനേജർ ഹാസ് ടു ഡീൽ വിത്ത് പീപ്പിൾ വിത്ത് ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് എക്സ്പെക്റ്റേഷൻസ്. സോ ദിസ് കോംപ്ലിക്കേറ്റ്സ് ദ ഡയറക്ഷൻ പ്രോസസ്സ്. അതായത് പലതരത്തിലുള്ള ആളുകളുണ്ടാവും. എല്ലാവരും ഈ ഒത്തുപിടിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ചിലർ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ അതേപോലെ അനുസരിക്കുന്നവരുണ്ടാവും. ചിലർ എന്ന് പറഞ്ഞെങ്ങാണ്ട് അങ്ങോട്ട് എന്താ പറയുക ബാക്ക് ആൻസർ ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള ആളുകളാണ് ഉണ്ടാവുക. സർട്ടൻ ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ മേ ഹെൽപ്പ് ഇൻ ഡയറക്ഷൻ പ്രോസസ്സ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, പ്രിൻസിപ്പിൾ ഓഫ് ഹാർമണി ഓഫ് ഒബ്ജക്റ്റീവ്. അതായത് ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ individual objectives of the employee should be integrated with the objective of the organization. അതായത് every individual is assigned a particular task which he is responsible to accomplish. He will do it better if he thinks that it is going to achieve his personal goals, which may be different from the organizational goals. So therefore a manager must try to reconcile the personal goals of his subordinate with those of the organizational goals. But harmony of objectives will make the task of direction easy. And second principle is principle of efficiency of എന്താ പറയുക ഡിറക്ഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ കോപ്പറേഷൻ ഓഫ് എംപ്ലോയീസ് ക്യാൻ ബി അച്ചീവ്ഡ് if they are ready to act for the organization voluntarily. അതായത് people will volunteer themselves for the accomplishment of goals if they are properly induced and motivated. അതായത് വേണ്ടത്ര മോട്ടിവേഷൻ കിട്ടണം, അല്ലെങ്കിൽ അവർക്ക് അതിന് വേണ്ട ഒരു എന്താ പറയുക ഒരു പ്രോത്സാഹനം കിട്ടിയാൽ മാത്രമേ ആളുകൾ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. So direction should be such which inspires the people to contribute fully for the well-being of the organization. Okay. Then third principle is principle of unity of command. ഇവിടെ എന്താ ചെയ്യുന്നത്, യൂണിറ്റി ഓഫ് കമാൻഡ് നിങ്ങൾക്കറിയാം സബോർഡിനേറ്റ് ഷുഡ് ഗെറ്റ് ഓർഡേഴ്സ് ആൻഡ് ഡയറക്ഷൻസ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി എന്നുള്ളതാണ്. സോ ദിസ് പ്രിൻസിപ്പിൾ ഇസ് നോട്ട് ഓൺലി ഇമ്പോർട്ടൻറ്റ് ഇൻ ദി ഓർഗനൈസേഷൻ ബട്ട് ഓൾസോ ഇൻ ദി ഡയറക്ഷൻ. അതായത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് എ സബോർഡിനേറ്റ് ഷുഡ് ഗെറ്റ് ഓർഡേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം വൺ ബോസ് ഓൺലി. അതായത് ഹി ഷുഡ് നോ ക്ലിയർലി ടു ഹൂം ഹീ ഈസ് അക്കൗണ്ടബിൾ. അതായത് if he is asked to obey two bosses, the greater possibility is that he will not be able to satisfy either of the two. So this may create indiscipline and conflicts in the organization. Therefore, it is essential that every subordinate should report to only one boss. Okay. Then another principle of direction is that principle of appropriate direction techniques. അതായത് ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ആസ് ദർ ആർ മെനി ഡയറക്ഷൻ ടെക്നിക്സ് ദ ടെക്നിക് യൂസ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ടു ദാറ്റ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ. ഇവിടെ അതായത് നമുക്ക് പല പല ടെക്നിക്സ് ഉണ്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ എന്താക്കാം വടിയെടുത്ത് പഠിപ്പിക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ നല്ല രീതിയിൽ എന്തെങ്കിലും ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ചെയ്യാം. അപ്പം ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അപ്രോപ്രിയേറ്റ് മോട്ടിവേഷണൽ ആൻഡ് ലീഡർഷിപ്പ് ടെക്നിക് ഷുഡ് ബി യൂസ്ഡ് വൈൽ ഡയറക്റ്റിംഗ് ദ പീപ്പിൾ ബേസ്ഡ് ഓൺ subordinate needs, capabilities, attitudes and other situational variables.
ഒരു എക്സാമ്പിൾ പറയാണ്. ഫോർ എക്സാമ്പിൾ സം പീപ്പിൾ, അതായത് മണി ക്യാൻ ആക്ട് ആസ് പവർഫുൾ മോട്ടിവേറ്റർ വൈൽ ഫോർ അതേഴ്സ് പ്രൊമോഷൻ മേ ആക്ട് ആസ് ഇഫക്റ്റീവ് മോട്ടിവേറ്റ്. അപ്പോൾ ചിലർക്ക് നല്ലൊരു ശമ്പളം കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് ഇതാവും. നേരെ മറിച്ചിട്ട് ചിലർക്ക് വേണ്ടത് അവരുടെ എന്താ പറയുക സ്റ്റേറ്റസ് ഉയർത്തുക, അവർക്ക് എന്താ പറയുക പവർ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനെ പ്രൊമോഷനൊക്കെ കൊടുത്തുകൊണ്ട് അവരെ ഉയർന്ന പൊസിഷനിലേക്ക് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ കൂടുതൽ മോട്ടിവേറ്റ് ആണ്. അപ്പോൾ എന്താണോ ഓരോരുത്തരുടെ ആവശ്യം അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഉതകുന്നത് ആ രീതിയിലുള്ള ഡയറക്ഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അനദർ വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഫോർ ഡയറക്ഷൻ ടു സക്സീഡ് ദർ ഷുഡ് ബി ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ സുപ്പീരിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ്. അപ്പം അതായത് എ ഗുഡ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ബോസ് ആൻഡ് സബോർഡിനേറ്റ് ഇസ് ബെറ്റർ ഫോർ കോർഡിനേഷൻ. അപ്പോൾ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇസ് എൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ഇഫക്റ്റീവ് ഡയറക്ഷൻ എന്ന് പറയാം. അപ്പോൾ എ ടു വേ കമ്മ്യൂണിക്കേഷൻ ഗിവ്സ് ദ സബോർഡിനേറ്റ് എ ചാൻസ് ടു എക്സ്പ്രസ് ദിയർ ഫീലിങ്സ്. അതായത് ടോപ്പിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻസ് മാത്രം ഫോളോ ചെയ്താൽ പോലെ തിരിച്ചിട്ട് അങ്ങോട്ടും അവരുടെ ആവശ്യങ്ങളും കാര്യങ്ങളും അവരുടെ ഫീലിങ്സൊക്കെ കൺവേ ചെയ്യാൻ പറ്റിയാൽ, അങ്ങനെ ആയാൽ മാത്രമേ എന്താ പറയുക സുപ്പീരിയേഴ്സിന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്യാൻ ബി റിമൂവ്ഡ് ത്രൂ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ദെൻ അനദർ പ്രിൻസിപ്പിൾ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് യൂസ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതായത് ഇവിടെ പറയുന്നത് മാനേജേഴ്സ് ഷുഡ് എൻകറേജ് ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ഇൻ ദ ഓർഗനൈസേഷൻ ടു മേക്ക് ഡയറക്ഷൻ മോസ്റ്റ് ഇഫക്റ്റീവ് എന്നാണ് പറയുന്നത്. അതായത് മാനേജേഴ്സ് ഷുഡ് റിയലൈസ് ദാറ്റ് ഇൻഫോർമൽ ഗ്രൂപ്പ്സ് ആൻഡ് ഓർഗനൈസേഷൻ എക്സിസ്റ്റ് വിത്തിൻ എവറി ഫോർമൽ ഓർഗനൈസേഷൻ. അതായത് he should spot and make use of such organizations for effective directing. Then principle of leadership. അതായത് managers should be good leaders capable of influencing and encouraging subordinates to achieve the organizational goals. അതായത് subordinates are happy if they get effective leadership from their boss. But the boss must possess the qualities of a good leader if he is to get the work done from the workers. But as a leader, the boss should guide and counsel the workers not only on the work problems but also on the personal problems of the subordinate. അപ്പോൾ വെറുതെ ഇങ്ങനെ വർക്കിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല, കുറച്ച് അവരുടെ വീട്ടുകാര്യങ്ങളും അവരുടെ ഹെൽത്ത് അതിനെ പറ്റിയിട്ടൊക്കെ ഒരു എന്താ പറയുക അന്വേഷണങ്ങളൊക്കെ നടത്തണം. സോ ഇൻ ദിസ് വേ he will win the confidence of the subordinate which will facilitate him to change their behavior easily എന്നാ പറയും. Then another principle of direction is principle of comprehension. അതായത് effectiveness of direction depends on the ability of subordinate to understand and comprehend the instructions of superiors. Then last one is principle of follow-up. അതായത് managers should regularly verify whether their directions have been carried out or not. അതായത് they should advise, counsel and assist the subordinate in the performance of their ടാസ്ക്. അതായത് ചില സമയത്ത് നമ്മൾ വെറുതെ ഇൻസ്ട്രക്ഷൻ കൊടുത്തു പോന്നാൽ പോരാ. മിയർ ഗിവിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഓർ ഡയറക്ഷൻ ഇസ് നോട്ട് ഓർഡർ ഇസ് നോട്ട് സഫിഷ്യൻറ്റ്. അതായത് മാനേജേഴ്സ് ഷുഡ് ഫോളോ ഇറ്റ് അപ്പ്. അതായത് ഫോളോ അപ്പ് ഉണ്ടാവണം, അല്ലെങ്കിൽ റിവ്യൂ ചെയ്തിരിക്കണം. കണ്ടിന്യൂസ് റിവ്യൂസ് മസ്റ്റ്. അതായത് വെദർ ഓർഡേഴ്സ് ആർ ബീയിങ് ഇംപ്ലിമെൻറ്റഡ് അക്കോർഡിംഗ്ലി ഓർ എനി പ്രോബ്ലംസ് ആർ ബീയിങ് എൻകൗണ്ടേർഡ് എക്സെട്ര. സോ ഓൾ ദീസ് ഇഫ് നെസസറി suitable modification should be made in the direction. അപ്പോൾ അങ്ങനെ ആയാൽ മാത്രമേ ഉള്ളൂ ഡയറക്ഷൻ ഇഫക്റ്റീവ് ആവുള്ളൂ. സോ ദീസ് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡയറക്ഷൻ. നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്. അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. അപ്പം ഡയറക്ഷൻ ഇൻക്ലൂഡ് സം എലമെൻറ്റ്സ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എലമെൻറ്റ്സ് ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്? സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഇതിൽ നമുക്ക് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാനുണ്ട്. ബാക്കിയെല്ലാം ഓരോ ചാപ്റ്ററിലായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരോ ചാപ്റ്ററായിട്ട് മോട്ടിവേഷൻ വരുന്നുണ്ട്, അതിൻ്റെ തിയറീസ്, ലീഡർഷിപ്പ് തിയറീസ്, കമ്മ്യൂണിക്കേഷൻ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ സൂപ്പർവിഷൻ നമുക്ക് നാളെ നോക്കാം. ഓക്കെ, താങ്ക് യു.